അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലച്ചുകൾക്കൊപ്പം ദിക്റിന്റെ ഈരടികളും നേർത്തു ഇല്ലാതായി. തൻ്റെ പ്രാണന്റെ പ്രാണൻ എന്നേക്കുമായി പടിയിറങ്ങിപ്പോയിരിക്കുന്നു. യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ അവൾ കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. ഇടയ്ക്കെപ്പോഴോ തളർന്ന കണ്ണുകൾ ഉയർത്തി അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്ത് വലിച്ചു കിട്ടിയ താർപോളിൻ ഷീറ്റും അങ്ങിങ്ങു ചിതറിക്കിടക്കുന്ന കസേരകളും. ഇന്നലെ ആശുപത്രി മുറിയിലെ ഒരു മൂലയിൽ തളർന്നു വീണ തന്നെ ആരൊക്കെയോ വാരിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റിയതും വീട്ടിലെത്തി ഒരലർച്ചയോടെ ബെഡിലേക്ക് വീണതും അവ്യക്തമായി ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഇടയ്ക്കെപ്പോഴോ ആങ്ങള വന്ന് നിനക്കവനെ കാണേണ്ടേ എന്ന് ചോദിച്ചതും താങ്ങിയെടുത്ത് ഡൈനിങ് ഹാളിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയ പ്രിയതമന്റെ അടുത്തേക്ക് ജഡമായ ഞാനും. മുഖത്തെ വെള്ളത്തുണി ആരോ മാറ്റിയത് ഓർമ്മയുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നീട് ബോധം തെളിഞ്ഞത്. അവസാനത്തെ കാഴ്ച അതായിരുന്നു. ഓരോന്നും അവ്യക്തമായി ഓർമ്മയിൽ മിന്നിമറഞ്ഞു. ഒന്ന് പൊട്ടിക്കരയാൻ പോലും താൻ അശക്തയാണോ? മനസ്സും ശരീരവും മരവിച്ചു കഴിഞ്ഞിരുന്നു. ഓളെ വിധി അല്ലാതെന്താ പറയാ? ഞമ്മക്കെന്താ ചെയ്യാൻ പറ്റുക? പടച്ചോൻ വിളിച്ചാൽ എല്ലാവരും പോകേണ്ടേ? അപ്പുറത്തെ മുറിയിൽ സംസാരം അങ്ങനെ നീളുന്നു. ഓളെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റിയിരുത്തേണ്ടേ? ആരോ പറയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മയും ഇളയമയും കൂടി കട്ടിലിനടുത്തെത്തി. അവളുടെ മുഖം മെല്ലെ പിടിച്ചുയർത്തിക്കൊണ്ട് ഉമ്മ പറഞ്ഞു, ഉമ്മാന്റെ കുട്ടി അവിടുന്ന് എണീറ്റേ. കഴുത്തിലും കാതിലുമൊക്കെ ഉള്ളതങ്ങ് ഊരി വെച്ചോളി. എന്നിട്ട് പോയി നന്നായി ഒന്ന് കുളിച്ച് ദേഹം ശുദ്ധിയാക്കണം. ഉള്ളിൽ നിന്നും ഉയർന്ന തേങ്ങൽ പുറത്തേക്ക് വരാതെ തൊണ്ടയിൽ കുരുങ്ങി അവൾ എഴുന്നേറ്റിരുന്നു. കഴുത്തിൽ അണിഞ്ഞ മഹർമാലയിലേക്ക് നോക്കിയതും ഷാഫി എന്നെഴുതിയ ലോക്കറ്റിലേക്ക് 2 തുള്ളി ചുടുകണ്ണീറിറ്റു വീണു. ഈ മാല നീ ഊരി വെക്കണത് എനിക്കിഷ്ടല്ലാട്ടോ. നിക്കാഹ് കഴിഞ്ഞ് മാല കഴുത്തിൽ അണിയിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ തീയായി അവളുടെ ഉള്ളിൽ കിടന്ന് പൊള്ളുകയായിരുന്നു. ആഭരണങ്ങൾ ഊരി ഉമ്മാനെ ഏൽപ്പിച്ചു കുളിമുറിയിലേക്ക് കയറിയ അവൾ ഷവറിന്റെ താഴെ തണുത്ത വെള്ളത്തിൽ എത്ര നേരം നിന്നു എന്നറിയില്ല. നീറിപ്പുകയുന്ന അവളുടെ ഉള്ളകം തണുപ്പിക്കാൻ ഭൂമിയിലെ ഒരു ശക്തിക്കും ആകുമായിരുന്നില്ല. വാതിലിൽ മുട്ടുകേട്ടാണ് സ്ഥലകാല ബോധം വന്നത് അവൾക്ക്. മോളെ, ഇതെന്റെ നെയ്യത്ത് വെക്കാൻ മറക്കല്ലേ. കഴിഞ്ഞെങ്കിലേ വാതിൽ തുറക്ക്. ഈ ഡ്രസ്സ് വാങ്ങിക്കും മാന്റെ കുട്ടി. വാതിൽ പാളി മെല്ലെ തുറന്നവൾ ഉമ്മ നീട്ടിയ കവർ വാങ്ങിച്ചു. പുതുമണമുള്ള വെള്ള വസ്ത്രവും മക്കനയും ധരിച്ചു അവൾ ഉളു എടുത്തു പുറത്തേക്കിറങ്ങി. മുറിയുടെ വാതിലിൽ ഒരു വെളുത്ത വിരി തൂക്കിയിട്ടുണ്ട്. ബെഡിൽ വെള്ള ബെഡ്ഷീറ്റ്, ജനലുകൾ കൊളുത്തിട്ട് കർട്ടൺ മറച്ചിരിക്കുന്നു. അവളുടെ മനസ്സ് പോലെ മുറിയിലും ഇരുട്ട് നിറഞ്ഞിരുന്നു. നിസ്കാരപ്പായിലേക്ക് നടക്കുമ്പോൾ അവൾ തിരിച്ചറിയുകയായിരുന്നു, അതെ, ഞാനൊരു വിധവയായിരിക്കുന്നു. ഇനി മാസങ്ങളോളം ഈ മുറിക്കുള്ളിൽ കൂട്ടിനു പ്രിയപ്പെട്ടവന്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾ മാത്രം. എല്ലാം നാഥനിലേക്ക് അർപ്പിച്ചുകൊണ്ടവൾ സുജൂദിലേക്ക് മുഖം താഴ്ത്തി. റജുല നാസിഫ് കുറ്റിപ്പുറത്തിന്റെ വരികൾക്ക് ശബ്ദം നൽകിയത് അഫ്ലർ കോട്ടക്കൽ.